ഇവനിപ്പോൾ ഫുൾ ടൈം ഇവിടെ തന്നെയാണ്. ആൾറെഡി നമ്മളൊരു 3-4 വട്ടമെങ്കിലും ഓടിച്ചു വിട്ടതാണ്. രാത്രിയിൽ ഇവിടെ അടുത്തുള്ള ഏതെങ്കിലും മരത്തിന്റെ മേളിലും പകല് മിക്കവാറും ഇവിടൊക്കെ തന്നെ ഇവൻ കാണും. ഇപ്പൊ നമ്മൾ ഇവനെ ഓടിച്ചു വിട്ടിട്ടുണ്ട്. നൈസ് ഇവൻ തിരിച്ചു വരുന്ന കണ്ടോണേ. ഒരാരെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കി അവിടൊക്കെ ഒന്ന് കൊത്തിപ്പറക്കി നൈസിനകത്തോട്ട് കയറാനുള്ള പരിപാടിയാണ്. എന്നെ കണ്ടില്ലെന്ന് തോന്നുന്നു. ഞാൻ അകത്തേക്ക് ഇങ്ങനെ മാറിയിട്ടുണ്ട്. ഇനി അത് നൈസിന് അതിന്റെ സ്പോട്ടിലേക്ക് കയറും. ഇതെന്തുകൊണ്ട് ഇവിടെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുള്ള ഒരു പിടിയും കിട്ടുന്നില്ല. ആദ്യമേയൊക്കെ നമ്മളവിടെ വെച്ചേക്കുന്ന പെണ്ണുമായിട്ട് കൊത്തി നശിപ്പിക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ ആ ഒരു കുഴപ്പമില്ല. എന്റെ കൂടെയുള്ള ഫീമെയിലിനെ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് കാണാനില്ല. എന്നാലും ഇത് നമുക്ക് ശല്യം തന്നെയാണ്. അതിന്റെ ഇടയ്ക്ക് അമ്മ വന്ന് ഇതിനെ ഓടിച്ചു വിടാൻ നോക്കുന്നുണ്ട്. അന്നത്തെ ഒരു പേടിയില്ലാതെ അത് അവിടെ നിൽക്കുവാണ്. ഒരു വൈൽഡ് ബേർഡ് ആണെങ്കിലും ഏകദേശം ഇതിന്റെ ആക്ടിവിറ്റീസ് എല്ലാം ഒരു കോഴിയെ പോലെയാണ്. എക്സ്ട്രാ കുറച്ച് ഫീച്ചേഴ്സും കൂടെ ഉണ്ടെന്നുള്ളതേ ഉള്ളൂ. പണ്ട് സൂവിലൊക്കെ മാത്രം പോയി കാണാൻ പറ്റുന്ന ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു ജീവി നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് ആദ്യമേയൊക്കെ ഒരു രസമായിരുന്നു. ഇത് അനുഭവിക്കാത്ത ആൾക്കാർക്ക് ഇപ്പോഴും അത് അങ്ങനെ തന്നെ ആയിരിക്കാം. പക്ഷേ ഇത് ശല്യമായിട്ട് മാറുന്നത് ഇത് നമുക്ക് നാശങ്ങൾ ഉണ്ടാക്കുമ്പോഴാണ്. നമുക്കിവിടെ വേറെ ചെടികളോ കാര്യങ്ങളോ ഒന്നും നശിപ്പിക്കുന്നില്ലെങ്കിലും നമുക്കിപ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ശല്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഏരിയ ഫുള്ള് കാഷ്ടിച്ച് നശിപ്പിക്കുവാണ്. നമുക്കത് വലിയൊരു പ്രോബ്ലം ആണത്. എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ നമ്മളൊരു കല്ല് പോലും എറിഞ്ഞ് ഇതിനെതിരായിട്ട് ഉപദ്രവിച്ചിട്ടില്ല, ഇനി ഉപദ്രവിക്കത്തുമില്ല. ഇതേപോലെ ശല്യം ഉണ്ടാക്കുന്ന ഒരു വൈൽഡ് ക്രീച്ചറിനും അനാവശ്യമായിട്ട് ഫുഡ് കൊടുത്ത് നമ്മൾ കംഫോർട്ട് ആക്കിക്കൂടാ. അവനങ്ങനെ നമ്മളെ പറ്റിക്കാൻ വേണ്ടി വീണ്ടും ഞാൻ പോകാന്നുള്ള രീതിയിൽ പോയിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഇതേപോലെ തന്നെ തിരിച്ചു വരുന്നതായിരിക്കും.